ഇവര് ഹിന്ദുക്കളെ പറ്റിച്ച് പിഴിഞ്ഞ് ഊറ്റി പണമുണ്ടാക്കാനുള്ള ഒരു അഭ്യാസവുമായിട്ട് ഒരു വഴി കണ്ടുപിടിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ ഹിന്ദുക്കൾ ഇനിയും പൊട്ടന്മാരാവണോ എന്ന് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ ആ ഗുരുവായൂരമ്പല നടയിലെ ഓരോ കടകളിലും കയറി നോക്കൂ, എത്ര ഭഗവാന്റെ എത്ര മനോഹരമായ ഫോട്ടോകളാണ് വിൽക്കാൻ വെച്ചിരിക്കുന്നത്. ഗുരുവായൂരമ്പലത്തിൽ ആ ഒരു ചൈതന്യം ഉള്ള ഒരു ഫോട്ടോയാണ് ആ ഒരു കടകളിലൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്നത്. ആ ഫോട്ടോയ്ക്കില്ലാത്ത എന്തും മഹത്തരമാണ് ഈ മഹതിയുടെ ഫോട്ടോയ്ക്കുള്ളത്. പിന്നെ ഇവർ മാംസാഹാരങ്ങളും മീനും ഒക്കെ ധാരാളം വീട്ടിൽ വാങ്ങി പാകം ചെയ്ത് വെച്ച് കഴിക്കുന്ന, അങ്ങനെ നമ്മൾ ഹിന്ദുക്കളെ പോലെ വൃത്തി, വെടിപ്പ്, ശുദ്ധി, വ്രതം ഇതൊന്നും നോക്കാത്ത ആൾക്കാരാണ് എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കുക. പിന്നെ ഏറ്റവും വലിയതായിട്ട് സ്ത്രീകൾക്കുണ്ടാവുന്ന മാസമുറയാണ്. ഈ സമയത്തൊക്കെ സകലത്തിലും പോയി തൊട്ട് തീണ്ടിക്കൊണ്ടുള്ള ഈ ഒരു ഫോട്ടോ വരയ്ക്കുന്നതിന് എന്ത് മഹത്വമാണ്, എന്ത് ശുദ്ധിയാണ് ഉള്ളത്. ആ ഫോട്ടോ ഒരിക്കലും ഒരു ഫിനിഷിങ് ടച്ച് വന്നിട്ടുള്ള ഒരു പൂർണ്ണത എത്തിയ ഒരു ഫോട്ടോ അല്ല. അതിൻ്റെ മുകളിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ അതൊരു പൂർണ്ണ രൂപം എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അത്തരത്തിൽ പെയിൻറ്റുകൾ, കളറുകൾ വാരിക്കൂട്ടി അടിച്ചിട്ടുള്ള വൃത്തികെട്ട രീതിയിലുള്ള ഒരു ഫോട്ടോ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അകലെ നിന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു ഷോ ഒക്കെ തോന്നും, പക്ഷെ അടുത്ത് വന്ന് സസൂക്ഷ്മം നിരീക്ഷിച്ചാൽ മാത്രമേ നമുക്ക് അതിൻ്റെ അപൂർണത മനസ്സിലാവുള്ളൂ. ഞാൻ വരച്ച ഈ കണ്ണൻ്റെ ഫോട്ടോ ഹിന്ദുക്കളൊന്ന് വാങ്ങിക്കൂ എന്ന് കരഞ്ഞു വിളിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾ ഗുരുവായൂരമ്പല നടയിൽ നിന്ന് ഫോട്ടോ വാങ്ങിച്ചോ? ഇത്തരം ഫ്രോഡുകളുടെ, ഹിന്ദുക്കളെ പറ്റിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഇത്തരം ഫ്രോഡുകളുടെ, കപട ഭക്തകളുടെ വലയിൽ നമ്മൾ ഹിന്ദുക്കൾ വീഴരുത് എന്ന് ഓർമ്മിപ്പിച്ചു. ഇവർക്ക് സ്വയം ചിന്തിക്കാവുന്ന കാര്യമേ ഉള്ളൂ. രണ്ടും മതങ്ങളാണ്. മതങ്ങളെ തൊട്ട് കളിച്ചവർക്കൊക്കെ കൈപൊള്ളിയിട്ടുണ്ട്. ഈ ഒരു പ്രശ്നം നമ്മളായിട്ട് പോയതല്ല, ഈ ഒരു പ്രശ്നം നമ്മളുടെ നേരെ വന്നതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത്? എന്തിനാണ് ഇവർ ഇങ്ങനെയൊക്കെ ആളുകളെ പ്രകോപിപ്പിക്കുന്നത്? നന്നാവാൻ നോക്കിക്കൂടറി കപട ഭക്തർ. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ നല്ലതായി കഴിഞ്ഞാൽ നമുക്കൊരു നല്ല പേരോടുകൂടി ജീവിക്കാം. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ മോശമാണെങ്കിലോ ആൾക്കാർ ഇതുപോലെ പ്രതികരിച്ചുകൊണ്ടിരിക്കും. അത് താങ്ങാൻ കഴിയൂലെങ്കിൽ നാടകങ്ങൾക്കും കൂട്ടുകൾക്കും പോകരുത്. നീ എന്താണ് വിചാരിച്ചത്? എപ്പോഴും നിന്നെ ആളുകൾ തലയിലേറ്റിക്കൊണ്ട് നടക്കുമെന്നോ? ഈ കൊണ്ട് നടന്നവർ തന്നെ നിന്നെ ഇപ്പം താഴ്ത്തിട്ടില്ലേ? ആ ഫോട്ടോ വാങ്ങിയവരൊക്കെ ഇപ്പം ദുരിതത്തിലാണ്, അവർക്ക് പ്രശ്നങ്ങളാണ് എന്നൊക്കെയാണ് ഇപ്പം പറഞ്ഞു കേൾക്കുന്നത്. അതുകൊണ്ട് നല്ലൊരു തൊഴിൽ കയ്യിലുണ്ടല്ലോ. ബസ് ഓടിക്കാനോ ലോറി ഓടിക്കാനോ ട്രെയിൻ ഓടിക്കാനോ ഇനി വേണമെങ്കിൽ വിമാനം ഓടിക്കാനോ വരെ പൊക്കോ. എന്തായാലും ഈ ഒരു ചിത്രം എന്തായാലും ഒരു ഹിന്ദുവിൻ്റെ പൂജാമുറിയിൽ കൊണ്ടുപോയിട്ട് വിളക്ക് വയ്ക്കേണ്ട ഒരു അവസ്ഥ ആർക്കും ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവർക്കും അവരുടേതായ മതവിശ്വാസങ്ങളും ആചാരങ്ങളും ഉണ്ട്. സ്വന്തം മതത്തിൽ നിന്ന് പണത്തിന് വേണ്ടി ഇതുപോലുള്ള കുതികാല് വെട്ടി മറ്റു മതക്കാരുടെ മൂട് താങ്ങി നടക്കുന്ന നിന്നെ പോലുള്ളവരെയൊക്കെ നിൻ്റെ മതത്തിൽ നിന്ന് എപ്പോഴേ പുറത്താക്കിയെന്ന് അവരാരും ഇതുവരെ ഒരു അക്ഷരം വന്ന് സംസാരിച്ചിട്ടില്ലല്ലോ. കാരണം ഇസ്ലാം എന്ന് പറയുന്ന മതത്തിൽ ഏക ദൈവമായ ആ ഒരു ദൈവത്തെ മാത്രമാണ് ആരാധിക്കുന്നത്. അതുകൊണ്ട് ഒരു മുസ്ലിമായി ജീവിച്ച നീ മറ്റൊരു ദൈവത്തിനെ വരയ്ക്കാനും ആരാധിക്കാനും ഇഷ്ടമാണെന്ന് പറയാനും തുടങ്ങിയ ആ നിമിഷം തന്നെ നീ ഓട്ടോമാറ്റിക്കലായിട്ട് ആ മതത്തിൽ നിന്ന് ഓൾറെഡി പുറത്തായി കഴിഞ്ഞു.